Good afternoon. Okay, നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. നിങ്ങൾ PSC ഇംഗ്ലീഷ് ക്ലാസ് തന്നെയല്ലേ? നമ്മൾ ലിങ്ക് ആക്ച്വലി ഞാൻ വേറെ ലിങ്കിലാണ് കയറിയത്, അതാണ് ലേറ്റ് ആയി പോയത് കേട്ടോ. PSC അല്ലേ? PSC ഇംഗ്ലീഷ് അല്ലേ? ഓക്കെ, ഷിജിൻ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. PSC ഇംഗ്ലീഷ് ആണെന്ന് വിചാരിക്കുന്നു അല്ലേ? വേറെ ലിങ്ക്, വേറെ ക്ലാസ് ഉണ്ടായിരുന്നു, അപ്പൊ എനിക്ക് ലിങ്ക് ഒരു കൺഫ്യൂഷൻ വന്നേ, അതാ ഞാൻ എടുത്ത് ചോദിക്കുന്നത്. PSC ഇംഗ്ലീഷ് തന്നെയല്ലേ എന്ന്. ആണല്ലോ അല്ലേ? ആരൊന്നും പറയുന്നില്ലല്ലോ. അതെ, ഇപ്പൊ ഇംഗ്ലീഷ് ഉണ്ടാവലേ ഇല്ല മിസ്സേ. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഇംഗ്ലീഷ് ക്ലാസ് ആണ് കേട്ടോ. ഇന്നിപ്പം നമുക്ക് ഇംഗ്ലീഷ് ക്ലാസ് ആണ്. ഇൻസ്റ്റെഡ് ഓഫ് സർ ഐ വിൽ ബി ഹാൻഡ്ലിംഗ് ഇംഗ്ലീഷ്. ഓക്കെ, നിങ്ങളുടെ ക്ലാസ്സസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി തോന്നുന്നു അല്ലേ സാറ്? ഓക്കെ ഓക്കെ, കറക്റ്റ് ടൈം ടേബിളിൽ. ഓക്കെ ഓക്കെ. സാറ് ഒരു ക്ലാസ് മിസ്സായ അതിന്റെ പ്രശ്നം ഉണ്ടായിരിക്കും. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു സാറ് ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും തന്നെ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ഇതേപോലെ കുറച്ച് വിചാരിക്കുന്നത് റിവിഷൻ ബേസിൽ നമുക്ക് ക്ലാസ് പോവാന്നാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് നോട്ട്സ്, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് PSC അതിനകത്ത് വേണ്ടത് സിനണിംസും ആന്റണിംസ് ഒക്കെ അത്യാവശ്യമാണല്ലോ, കുറച്ച് നമുക്ക് സിലബസിലുള്ളതാണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം എന്നിട്ട് നമുക്ക് വേറെ ടോപ്പിക്സിലേക്ക് പോവാം. ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ 1 സെക്കൻഡ് സ്ക്രീൻ പ്രസന്റ് ചെയ്യാം. ഞാൻ നോട്ട് ഓൾറെഡി നിങ്ങൾക്ക് തരാനുള്ള ഒരു ചെറിയ നോട്ട് ഓക്കെ. സോ ഇതാണ് ഇപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ ഡിസ്കസ് ചെയ്യാൻ പോണേ. അതായത് സിനണിംസും ആന്റണിംസും വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. അപ്പൊ അതില് ഫസ്റ്റ് ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് എഴുതി ഇപ്പൊ എടുക്കണം എന്നില്ല, കാരണം ഇപ്പൊ നോട്ട് അയക്കുമ്പോൾ ആ നോട്ടിൽ ഇത് ഉണ്ടാവും, ഇതിങ്ങനെ അയച്ചു തരുന്നതാണ്. അപ്പൊ ഇത് എഴുതിയെടുക്കണം എന്നൊന്നുമില്ല, പിന്നീട് നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പം ഇത് ഓൾമോസ്റ്റ് നമുക്ക് അറിയാവുന്ന വേർഡ്സ് ഒക്കെ തന്നെയാണ്, പിന്നെ കുറച്ച് PSC പല ഇങ്ങനെ കണ്ടിട്ടുള്ള വേർഡ്സ് ഒക്കെയാണ് അതിനകത്തുണ്ട്. അപ്പം നിങ്ങൾക്ക് മലയാളത്തിന്റെ ഏതെങ്കിലും മീനിങ് ഇനിയിപ്പോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് അവിടെ നോട്ട് ചെയ്താൽ മതിയോ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പറയുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ സിനണിംസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിൽ ഫസ്റ്റ് വേർഡാണ് കൺസീൽഡ് എന്നാ പറയാ, കൺസീൽഡ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ മീനിങ് അറിയാമെന്ന് ഞാൻ വിചാരിക്കണം. കൺസീൽഡ് എന്ന് വെച്ചാൽ എന്താ? ഒളിച്ചു വെക്കുക അല്ലെ? എന്തെങ്കിലും ഒളിച്ചു വെക്കുക അല്ലെങ്കിൽ മറച്ചു വെക്കുക എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ കൺസീൽഡ് പറയാം. ഇത് ഹാൻഡ്സ് റൈസ് ചെയ്യുന്നത് ജസ്റ്റ് ക്ലാസ്സിൽ കയറി ഇതിൽ എല്ലാവരെയും റൈസ് ചെയ്ത് കാണിക്കല്ലേ? ഓക്കെ, കറക്റ്റ് ആണ്, മറച്ചു വെക്കുക, അത് തന്നെ. അപ്പം അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറെ കുറച്ച് വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനണിംസ് ആയിട്ട്, അത് പര്യായമായിട്ട് പറയാൻ പറ്റുന്നതാണ്. ഹിഡൻ എന്ന് പറയാം, കവേർഡ് എന്ന് പറയാം, അല്ലെങ്കിൽ വേറൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേർഡാണ് ഒബ്സ്ക്യൂർഡ് എന്ന് പറയാം. ഒബ്സ്ക്യൂർഡ് എന്ന് പറഞ്ഞാലും ഈ കൺസീൽഡ് എന്ന് പറഞ്ഞാലും ഓൾമോസ്റ്റ് സെയിം ആണ് മീനിങ് വരിക. ഇനി അടുത്തതാണ് അസിമിലേറ്റ്. അസിമിലേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളം എന്താ പറയാ? അസിമിലേറ്റ്
അബ്സോർബ് ചെയ്യുക, അതായത് സ്വാംശീകരിക്കുക അല്ലെ, അതായത് ഗ്രഹിക്കുക, ഉൾക്കൊള്ളുക, അങ്ങനെ നമുക്ക് പലതരത്തിൽ പറയാം. അസിമിലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം സ്വാംശീകരിക്കുക അല്ലെങ്കിൽ ഗ്രഹിക്കുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക എന്നൊക്കെ പറഞ്ഞ അസിമിലേറ്റ് എന്ന് പറയാം. അപ്പൊ അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറെ വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു അബ്സോർബ് എന്ന് പറയാം. പിന്നെ എന്താണ്, കൺസ്യൂം അല്ലെങ്കിൽ ഗ്രാസ്. ഈ 3 വേർഡ്സ് നമുക്ക് അസിമിലേറ്റിന് പകരം, ഇൻസ്റ്റെഡ് ഓഫ് അസിമിലേറ്റ് വി ക്യാൻ യൂസ് ദീസ് വേർഡ്സ്. ദെൻ അടുത്തതാണ് ഫീബിൾ. ഫീബിൾ എന്ന് വെച്ചാൽ അറിയാലോ, എന്താണ് ഫീബിൾ എന്ന് വെച്ചാ? കറക്റ്റ് ആണ്. ഫീബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറയാ, എന്ത് പറയും? അതായത് വളരെ തളർന്ന അല്ലെങ്കിൽ എന്താ പറയാ, ഒരു അശക്തനായിട്ടുള്ള അല്ലെ, വളരെ ക്ഷീണിതൻ, തളർന്ന, അവശൻ അല്ലെങ്കിൽ ദുർബലൻ എന്നൊക്കെ നമുക്ക് പറയാം. വളരെ ദുർബലമായിട്ടുള്ളത്, അശക്തനായിട്ടുള്ളത് അല്ലെങ്കിൽ തളർന്ന എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഫീബിൾ പറയാം. അപ്പൊ ഫീബിളിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ആണ് ഫ്രജൈൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഫ്രെയിൽ എന്ന് പറയാം, വീക്ക്. വീക്ക് എന്നുള്ള വേർഡ് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ല, നമ്മൾ ഓൾമോസ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ വീക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫീബിൾ ഓർക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടല്ലോ, അതുകൊണ്ട് വീക്ക് ജസ്റ്റ് ആഡ് ചെയ്തേ. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 എണ്ണം വരുന്നത്. ഫസ്റ്റത്തെ 4th ആണ് ഡിസ്മൽ എന്ന് പറയാം. ഡിസ്മൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒട്ടും പ്രസന്നമല്ലാത്തത് അല്ലെ, അപ്രസന്നമായ എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം വളരെ ഗ്ലൂമിയാണ്, അതായത് നിരാശാജനകമാണ്, അല്ലെങ്കിൽ ഭയങ്കര ശോകമാണെന്നൊക്കെ പറയാം. വളരെ ശോകമായിട്ടുള്ള, ഒട്ടും ഹാപ്പി അല്ലാത്ത തരത്തിലുള്ളത്, അല്ലെങ്കിൽ വളരെ ഇരുണ്ട നിരാശാജനകമായിട്ടുള്ളത്, അങ്ങനെയൊക്കെ മീനിങ് വരുമ്പോഴാണ് നമ്മൾ ഡിസ്മൽ പറയാം. അപ്പൊ അതിന് നമുക്ക് പറയാൻ പറ്റുന്ന വേറെ വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലൂമി എന്ന് പറയാം. അത് നമ്മൾ ഓൾമോസ്റ്റ് യൂസ് ചെയ്യുന്ന തന്നെയാണ്. അതേപോലെ ഡിപ്രസ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ബ്ലീക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഈ വേർഡ്സ് നമുക്ക് ഡിസ്മലിന് പകരം യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് വേറെ ഒരെണ്ണാണ് റിമോഴ്സ് എന്ന് പറയാം. റിമോഴ്സ് എന്ന് പറഞ്ഞാലും ഓൾമോസ്റ്റ് നമ്മൾ ഇതൊക്കെ ഒരുവിധം കേട്ടിട്ടുള്ള വേർഡ്സ് ആണ്. അതായത് എന്താണ്, പശ്ചാത്തപിക്കുക അല്ലെ, പശ്ചാത്താപം, അതാണ് റിമോഴ്സ്. അപ്പൊ അതിന് വരുന്ന വേറൊരു വേർഡ് ആണ് എന്ത്, റിഗ്രറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഗിൽറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ റെപ്പൻഡൻസ് എന്ന് പറയാം. റിഗ്രറ്റ്, ഗിൽറ്റ്, റെപ്പൻഡൻസ്, ഇത് 3 നമുക്ക് റിമോഴ്സിന് പകരം യൂസ് ചെയ്യാവുന്ന വേർഡ്സ് ആണ്, സിനോണിംസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിപ്പോ എഴുതിയെടുക്കണം എന്നില്ല കേട്ടോ, ഞാൻ നോട്ട്സ് ഇടുമ്പോൾ ഈ നോട്ട്സ് ഉണ്ടാവും അതിനകത്ത്. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ കേട്ടിരുന്നാൽ മതി. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഈ വേർഡ്സ് എളുപ്പമുള്ള വേർഡ്സ് ആണ്. ഇപ്പൊ ഈ ആദ്യമായിട്ട് ക്ലാസ് ആയതുകൊണ്ട് അത് ജസ്റ്റ് എളുപ്പമുള്ള കുറച്ച് വേർഡ്സ് ഇട്ടുന്നേ ഉള്ളൂ. എന്നാൽ കൂടി നമുക്ക് ചിലപ്പം എക്സാം ടൈമിൽ നമ്മൾ എല്ലാം കൂടി ഇങ്ങനെ എന്താ പറയാ പ്രിപ്പയർ ചെയ്തിട്ടിരിക്കുമ്പോൾ there is a chance that we may get confused. Okay, so it's better you may by heart all these words, at least the new ones. Okay, confused ആവുന്ന തോന്നുന്ന ന്യൂ വേർഡ്സ് അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം. ഇനി അടുത്തത് വരുന്നത് ആന്റണിംസ് ആണ്, അതായത് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വേർഡ്സ് ആണ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഇഡിയസി എന്ന് പറയും. ഇഡിയസി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, ഒരു വിഡ്ഢിത്തം അല്ലെ, ആ ഒരു എന്താ ഫൂളിഷ് വേയിൽ പറയുന്നതാണ് ഇഡിയസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതിന് നമുക്ക് പറയാവുന്നതിന്റെ ഓപ്പോസിറ്റ് എന്താണ്, വളരെ ബുദ്ധിപരമായ കാര്യങ്ങൾ വരുന്നതിനെയാണ് അല്ലെ. അപ്പൊ അതിന് നമുക്ക് പറയാൻ പറ്റുന്ന 2 വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഗാസിറ്റി ആണ് ഫസ്റ്റത്തെ. ഓക്കെ, സഗാസിറ്റിയും പറയാം, പ്രൂഡൻസ് എന്നും പറയാം. പ്രൂഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഓപ്പോസിറ്റ് ആണ് കേട്ടോ, ഓപ്പോസിറ്റ് ആയിട്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് വൺ ആണ് ഒപ്പേക്ക് എന്ന് പറയും. ഒപ്പേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അതാര്യം എന്ന് പറയാം, അവ്യക്തം അല്ലെ, അതാണ് ഒപ്പേക്ക്, അവ്യക്തമായതാണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ്, അതാര്യത്തിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, സുതാര്യം അല്ലെ. അപ്പൊ ട്രാൻസ്പെറന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ട്രാൻസ്ലൂസന്റ്, അതായത് ക്ലിയർ ആയിട്ടുള്ളത് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് അത് ഈ 2 വേർഡ്സും വേണമെങ്കിൽ ഒപ്പേക്കിന് പകരം, ഒപ്പേക്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇനി തേർഡ് വൺ ആണ് ഡിമിനിഷ് എന്ന് പറയും. ഇപ്പൊ ഡിമിനിഷിനൊക്കെ പല അർത്ഥങ്ങളുണ്ട്. അതില് ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ വരുന്ന അർത്ഥങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ക്ഷയിക്കുക, അതിങ്ങനെ ക്ഷയിച്ചു പോവുക, എന്തെങ്കിലുമൊക്കെ ക്ഷയിച്ചു പോയി എന്നൊക്കെ പറയില്ലേ നമ്മള്, അല്ലെങ്കിൽ എന്തെങ്കിലും കുറയ്ക്കുക, അല്ലെങ്കിൽ
എന്താ പറയാ ചുരുങ്ങി പോവുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഡിമിനിഷ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യും. ഇനി അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്കിപ്പോ എന്ത് പറയാം, ഇൻക്രീസ് ആവുക, കൂടുക, അല്ലെങ്കിൽ ആംപ്ലിഫൈ ചെയ്യുക, അതായത് വർദ്ധിക്കുക എന്നുള്ള അർത്ഥം തന്നെയാണ് ഇതിലും വരിക. അല്ലെങ്കിൽ വലുതാകുക, മാഗ്നിഫൈ എന്ന് വെച്ചാലും സെയിം അർത്ഥം തന്നെയാണ്. ഇപ്പൊ ഇൻക്രീസ്, ആംപ്ലിഫൈ, മാഗ്നിഫൈ ഓൾമോസ്റ്റ് സെയിം വേർഡ് മീനിങ്സ് തന്നെയാണ്. പക്ഷെ ഡിഫറെന്റ് വേർഡ്സ് നിങ്ങൾക്കൊന്ന് എന്താ പറയാ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അത് ഇട്ടുന്നേ ഉള്ളൂ. ഒരു വേർഡ് ഇതിന് പകരം ഇത്ര ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് വരുന്നതാണ് എന്ത്, അബ്സലീറ്റ് എന്ന് പറയും. അബ്സലീറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലഹരണപ്പെട്ടതെന്നാ പറയാ, അല്ലെങ്കിൽ പഴകിയത് എന്നുള്ള അർത്ഥത്തിലാണ് അബ്സലീറ്റ് എന്ന് പറയാ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, മോഡേൺ. മോഡേൺ ഓർത്ത് വയ്ക്കാൻ വളരെ എളുപ്പമല്ലേ, മോഡേൺ. അല്ലെങ്കിൽ നമുക്ക് പറയാം കണ്ടംപററി എന്ന് പറയാം. കണ്ടംപററി, മോഡേൺ. പിന്നെ ഫാഷനബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിഷ്കൃതമായിട്ടുള്ള അർത്ഥത്തിലാട്ടോ. അതായത് മോഡേൺ എന്നുള്ള തരത്തിൽ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് ഫാഷനബിൾ. നമ്മൾ ഡ്രസ്സിന്റെ ഭയങ്കര ഫാഷൻ അങ്ങനെയല്ല, പരിഷ്കൃതം എന്നുള്ള രീതിയിലുള്ള ഫാഷനബിൾ ആണ്. ഇനി അടുത്തതാണ് വരുന്നത് ല്യൂണറ്റിക് എന്ന് പറയുന്നത്. ല്യൂണറ്റിക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, അല്ലെ, ഉന്മത്തമായിട്ടുള്ളത് അല്ലെങ്കിൽ ഭ്രാന്തം, അല്ലെ, ഭ്രാന്തുള്ള അല്ലെങ്കിൽ ഭ്രാന്തൻ എന്നൊക്കെ പറയാൻ നേരത്ത് നമ്മൾ ആളുകളെ പറയാൻ നേരത്ത് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ല്യൂണറ്റിക്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ വളരെ വിവേകമുള്ള അല്ലെങ്കിൽ ബുദ്ധിയുള്ള എന്നുള്ള തരത്തില്, വിവേകമുള്ള എന്നുള്ള തരത്തിലാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, അല്ലെങ്കിൽ ബോധമുള്ള എന്നൊക്കെ പറയാം. അപ്പൊ അതിന് പറയാൻ പറ്റുന്നതാണ് സെയിൻ അല്ലെങ്കിൽ സെൻസിബിൾ എന്ന് നമുക്ക് പറയാം. അപ്പം ഇത്രയാണ് ആന്റണിംസും എന്താ സിനോണിംസും ഉള്ളത്. ഇത് ഞാൻ ജസ്റ്റ് ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. നിങ്ങളത് നോട്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളത് പഠിച്ചാൽ മതിയോ. ഓക്കെ, ഇനി മെയിൻ ആയിട്ട് നമുക്ക് ടോപ്പിക്സ് നിങ്ങൾക്ക് കുറെ ഉണ്ടല്ലോ. അപ്പം സാർ എടുത്ത് കഴിഞ്ഞോണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് നമുക്ക് എന്താ പറയാ, ഇപ്പൊ സിനോണിംസും ആന്റണിംസും ഒക്കെ നമുക്ക് എല്ലാം കവറപ്പ് ചെയ്യാൻ പറ്റുന്നൊന്നല്ല. കാരണം അറിയാലോ, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. അതിൽ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. പക്ഷെ നമ്മൾ എല്ലാ ദിവസവും ഇതേപോലെ കുറച്ച് സിനോണിംസും ആന്റണിംസും പഠിച്ചു പോവുകയാണെങ്കിൽ ഓരോ ക്ലാസ്സിലും ഇങ്ങനെ എത്തുമ്പോൾ 5-5 വെച്ച് പഠിച്ചു വരുമ്പോൾ തന്നെ ഒരുപാടാകും. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചും കൂടി എന്താ പറയാ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും, ഓർത്തിരിക്കാനായിട്ട് പറ്റും. അതേപോലെ ഇനി നമുക്ക് വേറൊരു ഇത് അത്യാവശ്യമുള്ളതാണ് ഫ്രേസസ് വരുന്നത്. അപ്പൊ ഫ്രേസസും ഞാൻ ഇതേപോലെ ഒരു 5 പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കുറച്ച് പ്രിപ്പയർ ചെയ്തത്, കുറെ ഉണ്ട് പഠിക്കാൻ. ആക്ച്വലി കുറെ ഫ്രേസസ് ഉണ്ട്. അപ്പം ഇതിൽ കുറച്ച് മാത്രം നമ്മൾ എടുത്താൽ മതി. കുറച്ച് പഠിച്ചു പോവാം നമുക്ക്, അതാണ് നല്ലത്. അപ്പൊ ഫ്രേസസില് ഇതേപോലെ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ അതൊന്ന് റെഫർ ചെയ്തിട്ട് അത് പഠിക്കുക കേട്ടോ. അപ്പം ഓക്കെ ധന്യ, സോറി. അടുത്തത് ഫ്രേസസിൽ വരുന്നതില് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് എന്താ, എല്ലാം ഇന്നത്തെ ഫ്രേസ് എല്ലാം കോൾ വച്ചിട്ട് വരുന്നതാ, CALL, കോൾ. ഓക്കെ, അപ്പം അതിലൊരു 5 ഞാൻ എടുത്തിട്ടുള്ളത്, കോൾ വെച്ചിട്ട് വരുന്ന ഒരു 5. അപ്പൊ അതിൽ നമ്മൾ ഫസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോൾ ഓൺ ചെയ്യാന്ന് പറയും. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന ഫ്രേസ്, കോൾ ഓൺ ചെയ്യാം. അപ്പൊ കോൾ ഓൺ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സന്ദർശിക്കുക, ആരെങ്കിലും സന്ദർശിക്കുകയാണെങ്കിൽ, വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ, യെസ്, വിസിറ്റ് എ പേഴ്സൺ. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോൾ ഓൺ എന്ന് നമുക്ക് പറയാം. ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ, ദ റാങ്ക് ഹോൾഡേഴ്സ്, നിങ്ങൾ PSC പ്രിപ്പയർ ചെയ്യല്ലേ, അപ്പൊ നമുക്ക് ഈ സെന്റൻസ് ആപ്റ്റ് ആയിരിക്കും. ദ റാങ്ക് ഹോൾഡേഴ്സ് called on their teacher to thank him. Okay, the rank holders called on their teacher to thank him. ഇപ്പൊ called on എന്നുള്ളത് പാസ്റ്റ് ടെൻസിൽ ആയതുകൊണ്ട് നമ്മൾ കോൾഡ് ഓൺ എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ the rank holders called on their teacher to thank him. Okay, visited their teacher to thank him എന്നുള്ള അർത്ഥത്തില്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ കോൾ ഓഫ് ഓർ ഡബിൾ എഫ് വരുന്നതാണ്. കോൾ ഓഫ് എന്നാണ് പറയാ. അപ്പൊ കോൾ ഓഫ് എന്ന് ചോദിച്ചാൽ അറിയാലോ, അത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും കേൾക്കുന്ന ഒരു ഒന്നാണ് അല്ലെ. ക്യാൻസൽ ചെയ്യുക, എന്തെങ്കിലും നമ്മൾ മീറ്റിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഗെയിം ആയിക്കോട്ടെ, യെസ് പിൻവലിക്കുക, എന്തെങ്കിലും നമുക്ക് അങ്ങനെ പെട്ടെന്നൊരു അർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മളത് ക്യാൻസൽ ചെയ്യുന്നതിനെയാണ്, കറക്റ്റ് ആണ്, ക്യാൻസൽ ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ, കോൾ ഓഫ് എന്ന് പറയാ. അപ്പൊ നമുക്കൊരു സെന്റൻസ് പറയുകയാണെങ്കിൽ, ദ ഗെയിം വാസ് കോൾഡ് ഓഫ് ബിക്കോസ് ഓഫ് ബാഡ് വെതർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു എക്സാമ്പിൾ സെന്റൻസ് അല്ലെ. ബാഡ് വെതർ ആയതുകൊണ്ട് ഗെയിം എന്താണ്, ചിലപ്പോൾ ക്രിക്കറ്റ് ആയിരിക്കും, ഫുട്ബോൾ ആയിരിക്കും, എന്താണെങ്കിലും ആ ഗെയിം എന്ത് ചെയ്തു, കോൾഡ് ഓഫ് എന്നാ പറയാം. പാസ്റ്റ് ടെൻസ് ആണ്, അതായത് അത് പിൻവലിച്ചു, ക്യാൻസൽ ചെയ്തു, ക്യാൻസൽഡ് എന്നതിന് പകരം
നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കോൾഡ് ഓഫ് എന്ന് യൂസ് ചെയ്യാം. ഇനി അടുത്തത് വരുന്നതാണ് കോൾ ഫോർ. ഓക്കെ, കോൾ ഫോർ എന്നുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോൾ ഫോർ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും എന്ത് ചെയ്യാം? ആവശ്യപ്പെടാം, അതായത് ഡിമാൻഡ് ചെയ്യുക അല്ലെങ്കിൽ റിക്വയർ, ടു റിക്വയർ എന്നുള്ള അർത്ഥത്തിലാണ് എന്ത് യൂസ് ചെയ്യാം? കോൾ ഫോർ എന്നുള്ളത് യൂസ് ചെയ്യാം. കറക്റ്റ്. നിങ്ങളിത് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ? പഠിച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് എത്ര ഫ്രേസസ് സാർ തന്നിട്ടുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ, വേർബ്സ് ഒക്കെ. അപ്പൊ നമ്മൾ റാൻഡംലി ഇപ്പൊ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. അത് റിവിഷൻ ആയിട്ട് കൂട്ടിയാൽ മതി, ഞാൻ പറഞ്ഞല്ലോ. എന്തായാലും നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടിരിക്കുകയല്ലേ, അപ്പൊ കുഴപ്പമില്ല, ഒരു റിവിഷൻ ആയിട്ട് നമുക്ക് കൂട്ടാം. അപ്പം അതിനൊരു സെന്റൻസ് പറയുകയാണെങ്കിൽ ദ സിറ്റുവേഷൻ കോൾസ് ഫോർ പ്രോംപ്റ്റ് ആക്ഷൻ. അതൊരു ഇമ്മീഡിയറ്റ് ആക്ഷൻ, ഒരു ഭയങ്കരമായ സിറ്റുവേഷൻ ഒക്കെ വന്നു. ഓക്കെ 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 ഓക്കെ. അപ്പൊ പെട്ടെന്ന് നമുക്കൊരു ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണം എന്ന് പറയാണ്. അപ്പം അതിന് ദ സിറ്റുവേഷൻ റിക്വയേഴ്സ് അല്ലെങ്കിൽ ദ സിറ്റുവേഷൻ ഡിമാൻഡ്സ് ആൻ ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്നൊക്കെ പറയില്ലേ. അപ്പൊ റിക്വയേഴ്സ് അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നതിന് പകരം നമുക്ക് യൂസ് ചെയ്യാം എന്ത്? കോൾ ഫോർ എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തതാണ് കോൾ അപ്പ്. കോൾ അപ്പ്, അതായത് കോൾ അപ്പ് ചെയ്യാന്ന് വെച്ചാൽ എന്തെങ്കിലും റിമെമ്പർ ചെയ്യുക അല്ലെങ്കിൽ റീകളക്ട് ചെയ്യുക. എന്തെങ്കിലും ആലോചിച്ച് നമ്മൾ എടുക്കില്ലേ, പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചെടുക്കും. അങ്ങനെ ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ? കോൾ അപ്പ് എന്ന് പറയാ. റിമെമ്പർ ഓർ റീകളക്ട് എന്ന് പറയും. ഫോർ ദ സ്മെൽ ഓഫ് ഓഷ്യൻ കോൾഡ് അപ്പ് മെമ്മറീസ് ഓഫ് ഹർ ചൈൽഡ്ഹുഡ്. ഓക്കെ, ഇവിടെ എന്താണ്? ദ സ്മെൽ ഓഫ് ഓഷ്യൻ കോൾഡ് അപ്പ് എന്ന് വെച്ചാൽ എന്താ? റീകളക്റ്റഡ്. ഓക്കെ, മെമ്മറീസ് ഓഫ് ഹർ ചൈൽഡ്ഹുഡ്. അപ്പൊ അത് പണ്ടത്തെ ആ ഒരു സ്മെല്ല് കിട്ടിയപ്പോഴത്തേക്കും പഴയ കാര്യങ്ങൾ, ചൈൽഡ്ഹുഡിലെ മെമ്മറീസ് ഒക്കെ ഓർമ്മ വന്നു എന്നാ പറയുന്നത്. അപ്പൊ അതിനങ്ങനെ ഓർമ്മ വരുന്നതിന് അല്ലെങ്കിൽ ഓർത്തെടുക്കുന്നതിന് നമുക്ക് കോൾഡ് അപ്പ് എന്ന് പറയാം. ഇനി ലാസ്റ്റത്തെയാണ് കോൾ അറ്റ് എന്ന് പറയാം. കോൾ അറ്റ്, അതായത് വിസിറ്റ് എ പ്ലേസ്. കറക്റ്റ് കറക്റ്റ്. വിസിറ്റ് എ പ്ലേസ് ആണ് എന്ത്? കോൾ അറ്റ് എന്ന് പറഞ്ഞ. കറക്റ്റ് ആണ് കേട്ടോ, കറക്റ്റ് ആണ്. I called at that store, but the item I am looking for is out of stock. Okay, I called at that store എന്ന് പറഞ്ഞ, അതായത് ഞാൻ വിസിറ്റ് ചെയ്തു. I visited that store, but എന്ത് സംഭവിച്ചു? The item I am looking for is out of stock. ഞാൻ നോക്കുന്ന ആ ഐറ്റം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മള് എന്ത് ഫ്രേസസിൽ ഇട്ടിട്ടുള്ളത്. അതായത് കോൾഡ്, കോളോൺ എന്ന് പറഞ്ഞ വിസിറ്റ് ചെയ്യുക, പിന്നെ കോളോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യുക, എന്തെങ്കിലും ക്യാൻസൽ സംതിങ്. ദെൻ കോൾ ഫോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിമാൻഡ് ഓർ റിക്വയർ, ടു റിക്വയർ എന്ന് പറയാം. ഇനി കോൾ അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിമെമ്പർ ഓർ റീകളക്ട് സംതിങ്. ദെൻ കോൾ അറ്റ് എന്ന് പറഞ്ഞ വിസിറ്റ് എ പ്ലേസ്. ഇത്രയാണ് ഞാൻ ഇപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫ്രേസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നിങ്ങൾ ഓൾമോസ്റ്റ് ടോപ്പിക്സ് കവർ ചെയ്തെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പൊ ഞാൻ ഇന്നത്തേക്ക് ഇപ്പൊ ചെയ്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഓൾമോസ്റ്റ് പഠിച്ചു കഴിഞ്ഞതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് അതൊന്ന് റിവൈസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ടാഗ് ഫോർമേഷൻ എങ്ങനെയാ വരുന്നതെന്നുള്ളത്. അപ്പോ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലെ ക്വസ്റ്റ്യൻ ടാഗ് എന്താന്നുള്ളത്? ഓർമ്മയുണ്ടോ ക്വസ്റ്റ്യൻ ടാഗ്? ആരെങ്കിലും പറയൂ, എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ളത്? ഓർമ്മയുണ്ട്? ആരാ പറയാ ക്വസ്റ്റ്യൻ ടാഗ് എന്താന്ന്? ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അവസാനം അത് കൺഫേം ചെയ്യാനായിട്ട് നമ്മൾ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ കൂടെ ആഡ് ചെയ്യുന്നതിനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. കറക്റ്റ് ആണ്. നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിന്റെ എൻഡില് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ക്ലാരിഫിക്കേഷൻ വേണം അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞത് അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ വേണം. നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ അഥവാ തെറ്റാണോ എന്നുള്ള ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക?
ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പൊ അതില് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ക്വസ്റ്റ്യൻ ഒന്നും അല്ല, നിങ്ങൾക്ക് അറിയാലോ. ഷോർട്ട് ആണ് അല്ലെ, ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഷോർട്ട് ക്വസ്റ്റ്യൻസ് യൂസ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് എ സ്റ്റേറ്റ്മെന്റ്, അതാണ് ക്വസ്റ്റ്യൻ ടാഗ് അല്ലെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി അതിൽ നമ്മള് ഇപ്പം നമ്മള് എന്താ പറയാ, നമ്മുടെ ഇൻബോക്സിൽ മെസ്സേജസ് വരുന്നുണ്ട്. നമ്മളത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? സ്റ്റേറ്റ്മെന്റ് എന്താണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം അല്ലെ. എന്നിട്ട് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് പോസിറ്റീവ് എങ്ങനെയാ അറിയാം? സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നൊക്കെ എങ്ങനെ അറിയും? നോട്ട് ഉണ്ടാവും. കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. നോട്ട് ഉണ്ടാവും, ഫ്യൂ ഉണ്ടാവും, നെവർ ഉണ്ടാവും. കറക്റ്റ് ആണ്. ഓ, അതായത് ഇല്ല അല്ലെങ്കിൽ അല്ല എന്നുള്ള രീതിയിൽ വരുന്ന എന്ത് വേർഡ് വന്നാലും ആ സെന്റൻസിൽ വന്നാലും നോട്ട് തന്നെ എപ്പോഴും വരണമെന്നില്ല അല്ലെ. എപ്പോഴും നോട്ട് ആവണമെന്നില്ല. ചിലപ്പോ ഈ പറഞ്ഞ പോലെ നെവർ ഉണ്ടാകാം അല്ലെ, നെവർ ഉണ്ടാകാം. അതേപോലെ എന്തുണ്ടാകാം? ഹാർഡ്ലി എന്നുള്ള വേർഡ് ഉണ്ടാകാം, റയോളി, ബയോളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഇല്ല എന്നുള്ള അർത്ഥം കൊണ്ടുവരുന്ന നെഗറ്റീവ് മീനിങ് കൊണ്ടുവരുന്നതാണ്. അപ്പോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ടാഗ് ആണെങ്കിൽ അതിനെ അങ്ങനെയുള്ള സെന്റൻസ് ആണെങ്കിൽ അത് നെഗറ്റീവ് സെന്റൻസ് ആണ്. നെഗറ്റീവ് സെന്റൻസിന് ആസ് യു സെഡ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്, ആൻഡ് ഇഫ് ദ സെന്റൻസ് ഈസ് പോസിറ്റീവ് then the question tag must be negative. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? ക്വസ്റ്റ്യൻ ടാഗ് റെഡി ആക്കുമ്പോൾ അതില് എന്ത് വേണം? ഇപ്പൊ നെഗറ്റീവ് ആണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഇടുന്നതുണ്ടെങ്കിൽ അതില് എപ്പോഴും ഷോർട്ട് ആയിട്ടുള്ള ഫോം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലെ. ഷോർട്ട് ഫോം ആണ് യൂസ് ചെയ്യുക. അതായത് ഇപ്പോ ഡു നോട്ട് എന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ഡോണ്ട് എന്ന് വേണം യൂസ് ചെയ്യാൻ. അതേപോലെ ക്യാൻ നോട്ട് ആണെങ്കിൽ കാൺട്ട്, യെസ്, ആർ നോട്ട് ആറിൻറ്റ് എന്ന് വേണം പറയാൻ. എന്നാ പറയൂ, ഇപ്പൊ ഒരു ഷാൽ നോട്ട് ആണ് വരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക? ഷാൽ നോട്ടിന്റെ ഷോർട്ട് ഫോം എന്ത് വരും ക്വസ്റ്റ്യൻ ടാഗില്? കറക്റ്റ് ആണ്, ഷാൻഡ് വരും അല്ലെ. ഷിജിന് എല്ലാത്തിനും ആൻസർ പറയുന്നുണ്ട്. ഷിജിനെല്ലാം പഠിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഷാൻഡ് ആണ്. ഓക്കെ, ഷാൻഡ്, വെരി ഗുഡ്. ഷാൻഡ് എന്ന് നമ്മൾ യൂസ് ചെയ്യാം. അതേപോലെ വിൽ നോട്ട് ആണെങ്കിൽ എന്ത് പറയും? വിൽ നോട്ട്. കറക്റ്റ് ആണ്, വോണ്ട് പറയും അല്ലെ, വോണ്ട് എന്ന് പറയും. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇപ്പോ ആം നോട്ട് ആണെങ്കിലോ, ആം നോട്ട് എന്നാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? അല്ല, അതിന്റെ ഷോർട്ട് ഫോമാണ് ഞാൻ ചോദിക്കുന്നത്. ഷോർട്ട് ഫോം ആമിന്റെ. കറക്റ്റ് ആണ്, ആറിൻറ്റ് അല്ലെ. കറക്റ്റ് ആണ്. ആം നോട്ട് എന്നുള്ളതിന്റെ അതൊരു എക്സെപ്ഷണൽ കേസാ അല്ലെ. ഇപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് ടോപ്പിക് എടുത്താലും കുറെ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാത്തിനും. പക്ഷെ there will be exceptions in every cases. ചില എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾക്ക് ഈ റൂൾസ് ഒന്നും ബാധകമല്ല എന്നുള്ള തരത്തിൽ ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് ഇംഗ്ലീഷിൽ. അതാണ് എക്സെപ്ഷൻസ് നമ്മൾ വിളിക്കുക അതിനെ. അങ്ങനെ വരുന്ന ഒന്നാണ് ഈ ആം നോട്ട് എന്നുള്ളതിനെ നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് എന്ത് പറയാം? ആറിൻറ്റ് എന്ന് വേണം പറയാൻ. ഐ ആം സിക്ക് എന്ന് പറയുകയാണെങ്കിൽ ഐ ആം സിക്ക് എന്ന് പറഞ്ഞിട്ട് ആമിൻഡൈ എന്ന് ചോദിക്കരുത്. ആമിൻഡൈ എന്നുള്ളത് റോങ് ആണ്. ആം ഇൻറ്റ് എന്നുള്ളതില്ല, പകരം ആറിൻഡൈ എന്ന് വേണം വരാൻ. അത് തെറ്റിക്കരുത് കേട്ടോ. അത് എപ്പോഴും ഒരു ഇത് വരുന്നതാണ്. പിന്നെ നമുക്ക് ഡൗട്ട്ഫുൾ ആയിട്ട് വരുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ ഒരു സെന്റൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ എന്തായിരിക്കും പ്രിപ്പയർ ചെയ്യാം? ക്വസ്റ്റ്യൻ ടാഗിൽ എപ്പോഴും ഫസ്റ്റ് നമുക്ക് സബ്ജക്റ്റ് എന്താണെന്ന് അറിയണം അല്ലെ. സബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യണം. ഫസ്റ്റ് വി ഷുഡ് ഐഡന്റിഫൈ ദ സബ്ജക്ട്. അതിനുശേഷം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ക്വസ്റ്റ്യൻ ടാഗില് ഓക്സിലിയറി വേർബ്സ് ആണ് എപ്പോഴും യൂസ് ചെയ്യുക അല്ലെ. അതായത് ഹെൽപ്പിംഗ് വേർബ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതിനുശേഷം ടാഗ് ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ടാഗ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്, അതിന്റെ സബ്ജക്റ്റ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. സബ്ജക്റ്റ് സിംഗുലർ ആണോ എന്ന് നോക്കണം, പ്ലൂറൽ ആണോ എന്ന് നോക്കണം അല്ലെ. ഇനി
ഒരു പേരാണോ തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഒരു ആളുടെ പേരായിരിക്കാം, മേ ബി നൗൺ എന്ന് പറയാം നമുക്ക് ഒറ്റ വേർഡിൽ അല്ലെ. ഒരു നൗൺ ആണ് സബ്ജക്റ്റ് എങ്കിൽ, നൗൺ എന്ന് ചോദിച്ചാൽ ഒരാളുടെ പേരാകാം, അല്ലെങ്കിൽ ഒരു പ്ലേസിന്റെ പേരാകാം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആകാം, അല്ലെങ്കിൽ ഒരു അനിമൽ വെച്ചിട്ട് തുടങ്ങുന്നതാണെങ്കിൽ സെന്റൻസ് ആണെങ്കിൽ അങ്ങനെയൊക്കെ, അതാണ് നൗൺ എന്ന് പറയാം. അപ്പൊ നൗൺ ആണ് സബ്ജക്റ്റ് എങ്കിൽ യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ ടാഗില് അതിന്റെ പ്രോനൗൺ വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, പ്രോനൗൺ എന്താണെന്ന് അറിയാലോ? ഹി, ഷീ, ഇറ്റ്, ഐ, വി, യു, ദേ എന്നൊക്കെ പറയുന്നതാണ് പ്രോനൗൺസ് എന്ന് പറയുക. അതായത് നൗൺസ്, വേർഡ്സ് വിച്ച് വി യൂസ് ഇൻസ്റ്റെഡ് ഓഫ് നൗൺ എന്ന് പറയാം അല്ലെ. അതായത് ഒരു നൗണിന്റെ റെപ്പറ്റേഷൻ ഒഴിവാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് എന്ത്? പ്രോനൗൺസ് എന്ന് പറയാം. അപ്പം ക്വസ്റ്റ്യൻ ടാഗിൽ കറക്റ്റ് ആണ്. ക്വസ്റ്റ്യൻ ടാഗിൽ എപ്പോഴും നമ്മൾ പ്രോനൗൺസ് വേണം യൂസ് ചെയ്യാൻ. പ്രോനൗൺ ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ ഓക്സിലിയറി വേർബ് സെന്റൻസിൽ തന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം അല്ലെ. അപ്പൊ ഈ ഓക്സിലിയറി വേർബ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല അല്ലെ, പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാം. ഡു ഉണ്ട്, ഡസ് ഉണ്ട്, ഹി ഉണ്ട്, സോറി ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്, ഹാഡ് ഉണ്ട്, വില്ല്, ക്യാൻ, കുഡ്, അല്ലെങ്കിൽ എന്താ പറയാ മസ്റ്റ് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഷാൽ ഉണ്ട് അല്ലെ. അങ്ങനെ പലതും ഉണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് എഴുതാൻ പറ്റും. ഇനി ചിലപ്പോൾ ഓക്സിലിയറി വേർബ്സ് തന്നിട്ടുണ്ടാവില്ല, ഓൺലി ദ മെയിൻ വേർബ്സ് വിൽ ബി ഗിവൺ, റൈറ്റ്? അങ്ങനെ മെയിൻ വേർബ്സ് വരുമ്പോ എന്ത് ചെയ്യണം? നമ്മള് അതിൽ നിന്ന് ഓക്സിലിയറി വേർബ്സ് ഐഡന്റിഫൈ ചെയ്യണം അല്ലെ. കറക്റ്റ്, അതിനെ സ്പ്ലിറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഞാൻ ഒരു സെന്റൻസ് പറയാണ്, ഒരു സിമ്പിൾ സെന്റൻസ്. ഷീ ലൈക്സ് ചോക്ലേറ്റ്സ് എന്ന് പറയാം. ഷീ ലൈക്സ് ചോക്ലേറ്റ്സ്. അപ്പൊ പറയൂ, ആ ഷീ ലൈക്സ് ചോക്ലേറ്റ്സിൽ ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോ കറക്റ്റ് ആണ്. ഓൾറെഡി നമുക്ക് ഇവിടെ ആൻസർ കിട്ടി, എന്നാലും ഞാൻ ജസ്റ്റ് പറയാം, ഇനി ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് കൂടി അറിയണല്ലോ. ഷീ ലൈക്സ് ചോക്ലേറ്റ്സിൽ അതൊരു പോസിറ്റീവ് സെന്റൻസ് അല്ലെ. ഷീ ലൈക്സ് ചോക്ലേറ്റ്, ചോക്ലേറ്റ്സ് ഇഷ്ടമാണ് അവൾക്ക്. അപ്പൊ ഷീ ഈസ് ദ സബ്ജക്ട്, റൈറ്റ്? ദെൻ ലൈക്സ് എന്നുള്ളതാണ് ഇവിടെ എന്ത്? വെർബ്. അതാണ് ഒരു വെർബായിട്ട് വരുന്നത്. ആ വെർബ് നമ്മൾ നോക്കേണ്ടത് ആദ്യം, ആ വെർബ് പ്രസന്റ് ടെൻസിലാണോ പാസ്റ്റ് ടെൻസിലാണോ എന്ന് നോക്കുക. അപ്പൊ ലൈക്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, പ്രസന്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ലൈക്ഡ് എന്ന് വേണം തരാം അല്ലെ. ലൈക്ഡ്, ഇ ഡി വരും. യെസ്, LIKED വരും. ഇവിടെ ലൈക്ഡ് എന്നല്ല, ലൈക്സ് എന്നാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ എന്താണ്? പ്രസന്റ് ടെൻസിലാണ്. അപ്പം ഷീ ആണ് സബ്ജക്ട്, ഓൾറെഡി പ്രോനൗൺ തന്നെ ആയതുകൊണ്ട് സെയിം പ്രോനൗൺ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്താൽ മതി. ഇനി നമ്മളുടെ അടുത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ ഓക്സിലിയറി വേർബ് ആണ്. അപ്പൊ നമ്മൾ ലൈക്സ് എന്നുള്ളത് എടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഡസ് പ്ലസ് ലൈക്ക് എന്ന. കാരണം എന്താ? ഷീ ആണ് സബ്ജക്ട്. ഷീ എന്ന് പറഞ്ഞ സിംഗുലർ ആണ് അല്ലെ, സിംഗുലർ ആണ്. പ്രസന്റ് ടെൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ടെണ്ണം, വെർബിന്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഓക്സിലിയറി വേർബ് ഇതേപോലെ വരുന്നതാണ് ഡൂവും ഡസും. ദേ ലൈക്ക് ചോക്ലേറ്റ് എന്നും പറയും, ഷീ ലൈക്സ് ചോക്ലേറ്റ് എന്നും പറയും അല്ലെ. അപ്പൊ ദേ പ്ലൂറൽ ആണ്, അപ്പോ ലൈക്കേ വരുള്ളൂ. പക്ഷെ ഷീ സിംഗുലർ ആണ്, അപ്പൊ ലൈക്സ് എന്ന് വരും. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് പഠിച്ചപ്പോ നിങ്ങൾ പഠിച്ചു കാണുമല്ലോ അത് ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പൊ ഇവിടെ ലൈക്സ് ആണ്, അപ്പൊ എന്താ വരിക? ഷീയും കൂടിയാണ് എന്ത് സബ്ജക്ട് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഡസ് ആണ് വരിക, ഡസ്. അപ്പം പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് ഷീ ലൈക്സ് ചോക്ലേറ്റ് എന്ന് പറയുന്നത്. കോമ ഇടണം അത് കഴിഞ്ഞിട്ട്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ഫോർമേഷൻ. സെന്റൻസ് കഴിഞ്ഞിട്ട് ഒരു കോമ ഇടുക, അതിനുശേഷം എന്ത് വരും? അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഊഹിക്കാം, എന്താ ചിലപ്പോൾ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് എന്തെങ്കിലും തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാൻ പറയും അതിനെ. അപ്പൊ ഇതേപോലെ കോമയിട്ടും അതും ഇതൊക്കെ ആയിട്ട് തെറ്റിച്ചിട്ടൊക്കെ വേണമെങ്കിൽ കാണാം നമുക്ക്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സെന്റൻസ് റീറൈറ്റ് എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ആക്കി സെയിം സെന്റൻസ് കോപ്പി ചെയ്തതിനു ശേഷം കോമ ഇടണം. കോമ ഇട്ടിട്ട് ഇവിടെ എന്താണ്? ഷീ ലൈക്സ് എന്ന് പറഞ്ഞത് ഡസ് ആണ് വരിക, അതിന്റെ എന്താ ഓക്സിലിയറി വേർബായിട്ട് ഡസ് എഴുതുക. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നെഗറ്റീവ് ആയിരിക്കണം ക്വസ്റ്റ്യൻ ടാഗിൽ വരുന്ന ഓക്സിലിയറി അല്ലേ. അപ്പൊ ഡസിന്റ് എന്നിട്ട് എന്ത് വരും? ഷീ പ്രോനൗൺ ആയിട്ട് നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാം, കാരണം അങ്ങനെ തന്നെ തന്നിട്ടുണ്ടല്ലോ സബ്ജക്ട് പ്രോനൗൺ ആയിട്ട്. അപ്പൊ ഡസിന്റ് ഷീ ദെൻ ക്വസ്റ്റ്യൻ മാർക്ക്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഞാനൊരു ഡോക്യുമെന്റ് ജസ്റ്റ് ഒന്ന് പ്രസന്റ് ചെയ്ത് കാണിച്ചു തരാം. അതിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള
അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തെങ്കിലും ഇനി നിങ്ങൾക്ക് ഉൾപ്പെടുത്താതെ പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒന്നും കൂടി റിവൈസ് ചെയ്ത് ഒന്ന് കാണാം എന്നുള്ള രീതിക്ക് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്തേ ഉള്ളൂ. അപ്പം ഇൻക്ലൂഡഡ് എന്താ എക്സാമ്പിൾസ് ആർ ഓൾസോ ഇൻക്ലൂഡഡ്. ഓക്കെ, സോ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് ഒന്ന് ഇടുന്നേ ഉള്ളൂ. ഞാൻ ഒന്ന് പ്രസന്റ് ചെയ്യാതെ. കറക്റ്റ് ആണ്, ക്വസ്റ്റ്യൻ മാർക്ക് ലാസ്റ്റ് നമ്മൾ ഇടും. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ ടാഗ്സ് അല്ലെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയും. എങ്ങനെയാ ഫോം ചെയ്യണമെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്സിലിയറി വെർബ്സ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബിന്റെ കൂടെ നമ്മൾ സബ്ജക്ട് പ്രൊനൗൺ ആഡ് ചെയ്യും. ഇനി അതിനുശേഷം കോമ അറ്റ് ദി എൻഡ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്, അതിനറ്റത്തൊരു കോമ, സ്റ്റേറ്റ്മെന്റിന്റെ അറ്റത്തൊരു കോമ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ടാഗ് എഴുതും. അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ മാർക്കും ഇടണം. ഇനി പ്രൊനൗൺ ഓൾറെഡി തന്നിട്ടുണ്ടെങ്കിൽ അതേ പ്രൊനൗൺ, ഇനി പ്രൊനൗൺ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ആ തന്നിരിക്കുന്ന സബ്ജക്റ്റിന് ആപ്റ്റ് ആയ രീതിയിലുള്ള പ്രൊനൗൺ നമ്മൾ യൂസ് ചെയ്യണം. പിന്നെ എപ്പോഴും നമ്മൾ ഷോർട്ട് ഫോംസ് ആണ് യൂസ് ചെയ്യുക. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞ ആമിന്റെ കേസാണത്. ഐ ആം ഫൈൻ എന്ന് പറയുമ്പോൾ എന്ത് ചോദിക്കും? ആറിൻറ്റ് ഐ എന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ ഐ ആം റൈറ്റ് എന്ന് പറയുമ്പോൾ എന്ത് പറയണം? ആറിൻറ്റ് ഐ എന്നുള്ള രീതിയിൽ വേണം അത് പറയാൻ. ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി നിങ്ങൾ തന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അത് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ ഇത് കൊടുത്തേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇപ്പൊ പറഞ്ഞ സെന്റൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് യു പ്ലേ ഗിറ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. യു ആണ് സബ്ജക്റ്റ്, അതിൽ പ്ലേ ആണ്, അത് പ്രസന്റ് ടെൻസിലാണ് നിൽക്കുന്നത്. അപ്പൊ യുവിന്റെ കൂടെ നമ്മൾ ഡു യൂസ് ചെയ്യോ ഡസ് യൂസ് ചെയ്യോ? യു വരുമ്പോ ഏതാ യൂസ് ചെയ്യുക? ഡു ഓർ ഡസ്? വിച്ച് വൺ? പോയോ എല്ലാവരും? യുവിന്റെ കൂടെ എന്താ യൂസ് ചെയ്യാ? ഇവിടെ ഓൾറെഡി ആൻസർ തന്നിട്ടുണ്ടല്ലോ, എന്നിട്ട് എന്താ നിങ്ങൾ മിണ്ടാത്തെ? ഡു ആണ്. ഇൻബോക്സിൽ മെസ്സേജ് ഇടുന്നുണ്ട്. ഉണ്ടോ? ഞാനിവിടെ ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ നേരത്തെ കണ്ടു, ഇപ്പൊ ഇട്ടതേ ഞാൻ കണ്ടില്ലായിരുന്നു. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ, നിങ്ങൾ എല്ലാവരും ഇടുന്നുണ്ട്, ശരിയാ. അപ്പൊ ഡു വരും. പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാകും. അപ്പൊ ഡോണ്ട്, നമ്മുടെ ഓൾറെഡി നമുക്ക് എന്താ യു ആണ് ഇവിടെ സബ്ജക്റ്റ്, ആ പ്രൊനൗൺ അങ്ങനെ തന്നെ എടുത്തെഴുതിയാൽ മതി. എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ആഡ് ചെയ്യാൻ മറക്കരുത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതേപോലെ തന്നെ ഇപ്പൊ പാസ്റ്റ് ടെൻസിലും വരാം അല്ലെ. ഇപ്പൊ ഇവിടെ കണ്ടോ, ദേ വെന്റ് ടു ദ സിനിമ എന്ന് തന്നിരിക്കുന്നത്. ഈ വെന്റ് എന്നുള്ളതാണ് എന്ത്? ഇവിടത്തെ വെർബ് എന്ന് പറയുന്നത്. അത് പാസ്റ്റ് ടെൻസിലാണ്. അപ്പൊ ദേന്റെ കൂടെ എന്താ? ഡൂവിന്റെയും ഡസിന്റെയും പാസ്റ്റ് ടെൻസ്. ഓക്കെ ഷിജിൻ, അൺമ്യൂട്ട് ചെയ്താൽ മനസ്സിലാവില്ല. ഓക്കെ ഓക്കെ. അല്ല അത് ശരിയാണ്, കുറെ പേരുള്ളപ്പോ അൺമ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മാസ് ആൻസറിങ് ആയിക്കഴിഞ്ഞാൽ ക്ലിയർ ആവില്ല. ശരിയാ. അപ്പോ ഇവിടെ വെന്റ് ആയതുകൊണ്ട് നമുക്ക് ഡൂവിന്റെയും ഡസിന്റെയും പാസ്റ്റ് ടെൻസ് എന്താണ്? ഡിഡ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഡിഡ് യൂസ് ചെയ്യും. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നെഗറ്റീവ് ആക്കണം അതിനെ. അപ്പൊ ഡിഡിന്റ്. ദേ ഓൾറെഡി അങ്ങനെ തന്നെ പ്രോനൗൺ തന്നിട്ടുണ്ട്, സെയിം പ്രോനൗൺ ഇങ്ങോട്ട് എടുത്തെഴുതി, അത്രേ ചെയ്തിട്ടുള്ളൂ. ഇനി വേറൊരു കേസ് വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഇതേപോലെ ഓക്സിലറി വെർബും കാണും മെയിൻ വെർബും കാണും അല്ലെ, രണ്ടും കാണും. അപ്പൊ ചില സമയങ്ങളിൽ നമ്മളിപ്പോ എല്ലാം കൂടി ഇങ്ങനെ പഠിച്ചെല്ലാം പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇനി അവർ കുറെ ഓപ്ഷൻസ് ഒക്കെ ഇട്ട് നമ്മളെ കൺഫ്യൂസിങ് ആക്കുന്ന രീതി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും അല്ലെ. ഈ വെയിറ്റ് ഒക്കെ കാണുമ്പോഴത്തേക്കും വെയിറ്റിംഗും കാണുന്നുണ്ട്, വേറും കാണുന്നുണ്ട്. അപ്പൊ ഇനി ഡിഡ് ചേർക്കണോ അതോ ഇനി ഇത് തന്നെ ചേർത്ത് എഴുതിയാൽ മതിയോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. അപ്പം അതിന് കൺഫ്യൂഷൻ ഒന്നും ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ട അത്രയേ ഉള്ളൂ. രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വേറും വെയിറ്റിംഗും, വേറെന്ന് പറഞ്ഞ ഓക്സിലിയറി ആണ്, വെയിറ്റിംഗ് എന്ന് പറഞ്ഞ മെയിൻ വെർബാണ് അല്ലെ. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ഓക്സിലിയറി വെർബ് ആണെന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? ഇവിടെ വേറെ ഓൾറെഡി ഉള്ളത് കൊണ്ട് അത് അങ്ങനെ തന്നെ ആഡ് ചെയ്താൽ മതി. നെഗറ്റീവ് ആക്കി പോസിറ്റീവ് ആയതുകൊണ്ട് സെയിം പ്രോനൗൺ എടുത്ത് ഇങ്ങോട്ട് ആഡ് ചെയ്ത് ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ചിലപ്പോ ഇനി ചില കേസുകളിൽ ഇവിടെ കണ്ടോ, ഇവിടെ വുഡ് ബി സിംഗിങ് എന്നൊക്കെ തന്നിട്ടുണ്ട്.
ഇവിടെയാണെങ്കിൽ ഒരു ഓക്സിലറി വേർബ് അല്ല, ഒന്നിൽ കൂടുതലുണ്ട്. വുഡ് ഉണ്ട്, ബി ഉണ്ട്, സിംഗിങ് ഉണ്ട് അല്ലെ. അപ്പൊ ഇത്രയും വെർബ്സ് വരുമ്പോൾ കൺഫ്യൂഷൻ വരാം ഏത് വേണം ആഡ് ചെയ്യാന്നുള്ളതില്. അപ്പൊ ഇവിടെയും കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റത്തെ എന്താ ആ ഓക്സിലിയറി വെർബ്, അതായത് ഈ വുഡ് എന്നുള്ളത് നമുക്ക് എടുത്താൽ മതിയോ. അപ്പൊ വുഡിന്റ് ഹി എന്നായി. ഹി ആണ് ഇവിടെ സബ്ജക്ട്. പോസിറ്റീവ് സെന്റൻസ് ആണ്, അതുകൊണ്ട് അതിനെ നെഗറ്റീവ് ആക്കിയിട്ട് വുഡിന്റ് ഹി എന്നാക്കി വെച്ചു. ഓക്കെ. ഇനി എപ്പോഴും നമുക്ക് തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു സെന്റൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത്. അതായത് ചില സെന്റൻസുകൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് തരില്ല, സബ്ജക്ട് തരില്ല. അതായത് ഇന്ന ആളുടെ പേരും തരില്ല, അല്ലെങ്കിൽ ഒരു പ്ലേസിന്റെ പേരൊന്നും തരില്ല, നൗൺ ആയിട്ട് തരില്ല, അല്ലാതെ ഇനി പ്രോനൗൺ ആയിട്ടും തരില്ല. അല്ലാതെ ഇങ്ങനെയുള്ള വേർഡ്സ് തരാം. അതായത് ഇപ്പൊ നമുക്ക് അറിയില്ല ആരാണ് ഒരു സെന്റൻസിൽ ആരാണ് വന്നതെന്നോ, അല്ലെങ്കിൽ ആരാണ് ചോദിച്ചത്, അല്ലെങ്കിൽ ആരാണ് ഒരു പ്രവൃത്തി ചെയ്തത് നമുക്ക് അറിയാത്തപ്പോ നമ്മൾ എന്ത് യൂസ് ചെയ്യും? സമ്മൺ എന്ന് പറഞ്ഞായിരിക്കാം, അല്ലെങ്കിൽ സംബടി എന്നായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാവരും ചെയ്തെങ്കിൽ എവ്രിബഡി എന്ന് പറയാം, എവ്രി വൺ എന്ന് പറയാം. ആരും ചെയ്തില്ലെങ്കിൽ നോ വൺ എന്ന് പറയാം അല്ലെ, നോബഡി എന്ന് പറയാം. ആരോ ഒരാൾ എനിവൺ ആണെന്ന് പറയാം അല്ലെ. നീ ചിലപ്പോ ഓൾ ഓഫ് ദം, സം ഓഫ് ദം, ഈച്ച് എന്ന് പറയാം. ഇങ്ങനെയുള്ള പല പല വേർഡ്സ് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഈ കാണുന്ന വേർഡ്സ് വെച്ചിട്ടാണ് നമ്മുടെ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്യേണ്ട പ്രോനൗൺ എന്ന് പറയുന്നത് ദേ ആണ്. ഓക്കെ, ദേ ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ സെന്റൻസ് എടുത്ത് അത്രയൂടി ക്ലിയർ ആവും. എവ്രി വൺ ഹാസ് കം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ എവ്രി വൺ എന്നുള്ളത് സിംഗുലർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക, സിംഗുലർ ആണ്. അതുകൊണ്ട് ഹാസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ആണ് പ്രൊനൗൺ എന്നുള്ളത് ബൈ ഹാർട്ട് ചെയ്യുക തന്നെ വേണം. അപ്പൊ ദേ എന്നുള്ള പ്രൊനൗൺ വരുന്നത് കൊണ്ട് ഹാവ് യൂസ് ചെയ്യണം. അറിയാലോ, സിംഗുലർ ആണ് ഇവിടെ എവ്രി വൺ, അതുകൊണ്ടാണ് ഇവിടെ ഹാസ് ഇട്ടിരിക്കുന്നത്. പക്ഷെ നേരെ പോയിട്ട് ഈ ഹാസ് എടുത്തിട്ട് ഹാസിൻറ്റ് ദേ എന്ന് എഴുതി വയ്ക്കരുത്. എപ്പോഴും ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം നമ്മൾ എഴുതുന്നത്. അപ്പൊ ഇവിടെ മാറ്റം വരുന്നത് ദേക്ക് മാത്രമല്ല, അതായത് എവ്രി വൺ എന്നുള്ള സബ്ജക്റ്റിന് പകരം നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രൊനൗൺ ദേ ആണ്. അറ്റ് ദ സെയിം ടൈം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലിയറി വേർബ് ഹാവ് ആയിരിക്കണം. ദേയുടെ കൂടെ നമ്മൾ ഹാവ് യൂസ് ചെയ്യുള്ളൂ അല്ലെ. ഹാസ് യൂസ് ചെയ്യുന്നത് ഷീ, ഹി, ഇറ്റ് എന്നുള്ളതിന്റെ കൂടെയാണ്. അപ്പൊ ഇവിടെ ദേ വരുന്നത് കൊണ്ട് ഹാവ് യൂസ് ചെയ്യുക. പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആയതുകൊണ്ട് അതിനെ നെഗറ്റീവ് ആക്കുക. അപ്പൊ ഹാവിൻറ്റ് ദേ ദെൻ ക്വസ്റ്റ്യൻ മാർക്ക്. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ എഴുതുക. ഇതൊന്ന് പഠിച്ച് വയ്ക്കുക, ബൈ ഹാർട്ട് ആക്കുക കേട്ടോ. കാരണം എപ്പോഴും ഒരു ചാൻസ് ഉള്ള കാര്യമാണ് ഡയറക്ട്ലി എന്താ പറയാ സുനിൽ സാറ് ഡൗട്ട് ചോദിക്കാനോ? എനിക്ക് മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചെന്ന്. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് മാത്രം ഇങ്ങനെ റിവിഷൻ പോലെ തന്നാ മതിയോ? നിങ്ങളുടെ ക്ലാസ്സസും തീരാറായെന്ന് തോന്നുന്നു അല്ലെ? അതല്ല മിസ്സേ, സാറ് ഏറ്റവും ലാസ്റ്റ് 10 മിനിറ്റ് തരുമായിരുന്നു. ഇങ്ങനെ ഇടയ്ക്ക് ഡൗട്ട് ഒന്നും ചോദിക്കാതെ ലാസ്റ്റ് 10 മിനിറ്റ് എല്ലാം ക്ലാസ്സും കഴിഞ്ഞ് ഡൗട്ട് ചോദിക്കാൻ വേണ്ടി, ക്ലിയർ ചെയ്യാൻ വേണ്ടി. അതാ, അല്ലാതെ മിസ് ഇപ്പം പഠിപ്പിച്ച രീതി സാറും പഠിപ്പിച്ചോണ്ടിരുന്നേ. ഓക്കെ ഓക്കെ ഓക്കെ, സെയിം തന്നെയായിരുന്നു. ലാസ്റ്റ് ഒരു 10 മിനിറ്റ് തരും ഡൗട്ട് ചോദിക്കാൻ മാത്രം. അന്നേരം സാർ അൺമ്യൂട്ട് ചെയ്യും, അൺമ്യൂട്ട് ഓൾ കൊടുത്തിട്ട് പഠിപ്പിക്കുന്നത്. ഞങ്ങൾ ഇൻബോക്സ് എടുത്തേ ഉള്ളൂ ഇതിന്റെയൊക്കെ ആൻസേഴ്സും ഒക്കെ. ഓക്കെ, അല്ല എന്റെ വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കംഫർട്ടബിൾ നമ്മള് ആദ്യം തന്നെ ഇതിന്റെ മെയിൻ റൂൾസ്, അതായത് ഇനിയിപ്പോ ആരെങ്കിലും ക്ലാസ്സിലുള്ളതിൽ മനസ്സിലാവാത്തവരോ അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് എന്തെങ്കിലും അറ്റൻഡ് ചെയ്തവരുണ്ടെങ്കിൽ അവർക്കും കൂടി ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്തേ ഉള്ളൂ. അപ്പൊ അത് ഒന്ന് ജസ്റ്റ് വേഗം എന്താ പറയാ ഒന്ന് റിഫ്രഷ് ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ അവർക്കും കിട്ടൂലോ, അവർക്കും മനസ്സിലാവുമല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ടാഗിന്റെ തന്നെ വേറെ ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യാം വേഗം. ഇപ്പൊ തന്നെ സമയം തീരാറായി എനിക്കറിയാം. അതിപ്പോ നമ്മൾ തുടക്കത്തിൽ തന്നെ ആന്റണിംസും സിനണിംസ് അങ്ങനെയൊക്കെ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അതാണ് സമയം പോകുന്നത്. അപ്പം ഓക്കെ, നമുക്കെന്നാ വേഗം പറഞ്ഞു തീർക്കാം, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ ആൻസേഴ്സ് നിങ്ങൾക്ക് പറയാം. ഓക്കെ,
ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് സെന്റൻസുകൾ വരും അല്ലെ. അപ്പൊ ലെറ്റേഴ്സ് വെച്ചിട്ട് ചില സെന്റൻസുകൾ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ ഷാൽ ബി ആയിരിക്കും എപ്പോഴും. ഓക്കെ, ഷാൽ ബി അങ്ങനെ ചെയ്താൽ മതി, ഷാൽ ബി ആഡ് ചെയ്താൽ മതി. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ്ഡ് ടു വെച്ചിട്ട് നമുക്ക് ഇതേപോലെ സെന്റൻസുകൾ കാണാം. അപ്പൊ ഷീ യൂസ്ഡ് ടു സിങ് എന്നൊക്കെ പറയുമ്പോൾ യൂസ്ഡ് ടു വെച്ചിട്ട് ഇതേപോലെ സെന്റൻസുകൾ നമുക്ക് പലപ്പോഴും ചോദിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഡിഡിന്റ് വേണം ആഡ് ചെയ്യാൻ. കാരണം യൂസ്ഡ് ടു സിങ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അങ്ങനെ ചെയ്യുമായിരുന്നു എന്നുള്ള പോസിറ്റീവിലാണ് പറയുന്നത്. അപ്പൊ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് അതിനെ ഡിഡിന്റ് ആയിരിക്കണം യൂസ്ഡ് ടുന് യൂസ് ചെയ്യുന്ന ടാഗ്. ഓക്കെ, ഡിഡിന്റ്, ദെൻ എന്താണോ സബ്ജക്ട് തന്നിരിക്കുന്നത് ആ സബ്ജക്ട് എടുക്കുക. ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സെന്റൻസുകൾ ദിസ് അല്ലെങ്കിൽ ദാറ്റ് വെച്ചിട്ട് നമുക്ക് തുടങ്ങും. അപ്പം ദിസും ദാറ്റും വെച്ചിട്ട് തുടങ്ങുന്ന സെന്റൻസുകൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അതിനുവേണ്ടി യൂസ് ചെയ്യേണ്ട പ്രൊനൗൺ ആണ് പറയുന്നത് ഇറ്റ് ആയിരിക്കും. ഇപ്പൊ ഇവിടെയാണെങ്കിൽ ദിസ് ഈസ് എ ഹൊറിബിൾ സൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഓൾറെഡി ഈസ് ഉണ്ട് ഓക്സിലിയറി വെർബ്, നമുക്ക് അത് തന്നെ ആഡ് ചെയ്യാം. ഈസിന്റ് ദിസ് എന്നല്ല ചോദിക്കേണ്ടത്, ഈസിന്റ് ഇറ്റ് എന്ന് വേണം ചോദിക്കാൻ. സെയിം കേസ് ആണ് ദാറ്റ് വരുമ്പോഴും, അവിടെ ഇതേപോലെ തന്നെ വാസന്റ് ഇറ്റ് എന്നാണ് വരേണ്ടത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് നെഗറ്റീവ് മീനിങ് ഉള്ള വേർഡ്സ് ആണ് ഈ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഹാർഡ്ലി, സെൽഡം, സ്കേഴ്സ്ലി, റയർലി, ബയർലി, നോ വൺ, നോബഡി, നൺ, നത്തിങ്, നെവർ, നെയ്തർ, നോർ, ഫ്യൂ, ലിറ്റിൽ. ഇതിൽ ഫ്യൂ ലിറ്റിൽ മാത്രം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, എപ്പോഴും തെറ്റ് വരുത്തുന്ന ഒന്നാണ്. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ നോ എന്നുള്ള മീനിങ് ആണ്. അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യരുത്, അതിനെ ഒരു പോസിറ്റീവ് ആയ രീതിയിൽ കാണരുത്. ഓക്കെ, ഐ ഹാവ് ലിറ്റിൽ നോളജ് അബൌട്ട് ഇംഗ്ലീഷ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നോളജ് ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ്. ഐ ഹാവ് എ ലിറ്റിൽ നോളജ് എന്ന് പറഞ്ഞാലേ എന്താവുന്നുള്ളൂ, എനിക്ക് കുറച്ചറിവുണ്ട് എന്നുള്ള രീതിയിലേക്ക് അത് വരുള്ളൂ. ഇവിടെ ഹി ഹാർഡ്ലി എവർ സ്പീക്സ് എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ അർത്ഥം എന്താ, അധികം അങ്ങനെ സംസാരിക്കാത്ത ഒരാളാണെന്നാണ്. അപ്പൊ നെഗറ്റീവ് ആണ് ശരിക്കും ഈ ഹാർഡ്ലി എന്നുള്ള വേർഡ് നമ്മൾ ഈ സെന്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഹി ആയതുകൊണ്ടും ഇത് പ്രസന്റ് ടെൻസിൽ ആയതുകൊണ്ടും ഡസ് വരും, സെയിം പ്രോനൗൺ യൂസ് ചെയ്യുക. സെയിം വേ ആണ് ഇവിടെ റെയർലി വരുമ്പോഴും വരുന്നത്. ഓക്കെ, ഇതിപ്പോ ഞാൻ നിങ്ങളെ അറിയാവുന്ന പറഞ്ഞോണ്ടാട്ടോ വലിയ എക്സ്പ്ലനേഷനിലേക്ക് പോവാത്തെ. ഇനി വിലിയും വുഡിയും വരുന്നതുണ്ട് ക്വസ്റ്റ്യൻ ടാഗില്. അത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പറേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോഴാണ് കേട്ടോ. ഇമ്പറേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, വുഡ് യു അല്ലെങ്കിൽ വിൽ യു. അതായത് ഇപ്പൊ ഷട്ട് ദ ഡോർ അല്ലെങ്കിൽ കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റോ കമാൻഡ് അല്ലെങ്കിൽ അഡ്വൈസ് ഒക്കെ നമുക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ വിൽ യു അല്ലെങ്കിൽ വുഡ് യു ആഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ടാഗ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പൊ നിങ്ങൾ കാണാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും സ്ക്രീനിൽ. കാണാലോ അല്ലെ? ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രിഫറൻസ് എന്ന് വെച്ചാൽ അതേപോലെ ചെയ്യാം. ഇതിപ്പോ ഓരോരുത്തർ എല്ലാവരും കൂടി ആൻസർ ചെയ്യാനാണോ, അതോ ഇത് ജസ്റ്റ് ഇതിന്റെ ആൻസർ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്തിട്ട് ആൻസർ ആയിട്ട് നോട്ട് ഡൗൺ ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാനാണോ, എങ്ങനെയാണ് നിങ്ങളുടെ പ്രിഫറൻസ് എന്ന് വെച്ചാൽ നമുക്ക് അതേപോലെ ചെയ്യാം. ഇൻബോക്സിൽ മതിയോ? മതി, ഇൻബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി, കുഴപ്പമില്ല. എന്നാൽ ഓരോന്ന് വായിച്ചു പോയിട്ട് ചെയ്യാം അല്ലെ? ഓരോന്ന് വായിച്ചിട്ട് അതിന്റെ ആൻസർ ഇൻബോക്സിൽ അപ്പൊ ടൈപ്പ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റത്തെ കണ്ടോ, ജൂഹി ഈസ് ഫ്രം മുംബൈ. ഫസ്റ്റത്തെ കേട്ടോ, എല്ലാവരും ശ്രദ്ധിക്കാം. ജൂഹി ഈസ് ഫ്രം മുംബൈ എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് ഉള്ള എന്താ സെന്റൻസ് തന്നിരിക്കുന്നത്. ചിലര് വേഗം ടൈപ്പ് ചെയ്ത് പോണ്ട്, ചിലരൊന്നും ഇണ്ടണില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് അല്ലെങ്കിൽ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മള് ഇതിന്റെ ആൻസേഴ്സ് വേഗം ഡിസ്കസ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഇതിൽ വരികയാണെങ്കിൽ ചോദിക്കാം. നമുക്ക് കുറെ ആൻസേഴ്സ് ഇവിടെ വരുന്നുണ്ട് ഇൻബോക്സില്. ഈസിന്റ് ഷീ, അതാണ് ഈസിന്റ് ഷീ ആണ്, ഈസിന്റ് ഷീ. ഓക്കെ, ഓൾറെഡി ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിനെ പറ്റി അവെയർ ആവണ്ട. പക്ഷെ ഇൻ കേസ് അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ അതൊന്ന് ആലോചിച്ച് ചെയ്യണം കേട്ടോ, ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ മറക്കരുത്. ഇനി സെക്കൻഡ് വൺ ഒന്ന് ആൻസർ ചെയ്തേ. വി ആർ ലേറ്റ് ഫോർ ദ മൂവീസ്. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ആട്ടോ. വി ആർ ലേറ്റ് ഫോർ ദ മൂവീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അതിന്റെ ആൻസർ വേഗം ഒന്ന് ഇൻബോക്സിൽ ഇടൂ. ഒരു ആൻസർ കിട്ടിയുള്ളൂ, വേറെ വരുന്നുണ്ടല്ലേ? സോറി, നോക്കട്ടെ. orange. 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 Day. Orange. നമുക്ക് വേറെ വേറെ ആൻസേഴ്സ് വരുന്നുണ്ട്. ഒന്ന് വേഗം ടൈപ്പ് ചെയ്യാത്തവര്. നമുക്ക് ഇതിനെന്താ പല ആൻസറുകൾ വരുന്നുണ്ട്. അതെന്താണ്? ആറിന്റെ ചിലർ ആറിന്റെ ദേ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ഒരാൾ ആറിന്റെ അസ് എന്ന് പറഞ്ഞു. ആറിഞ്ച് വി അല്ലേ? ദേ എന്താണ് എഴുതുന്നത്? ആറിഞ്ച് വി ആണ് കേട്ടോ. ആറിഞ്ച് വി. വി അല്ലേ സബ്ജക്റ്റ് ഇവിടെ വരുന്നേ? വി. അപ്പൊ ആറിഞ്ച് വി. ഇവിടെ ദേ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും? ആറിഞ്ച് ദേ എന്ന് വരും. തേർഡോ? വേഗം ഇരിക്കുള്ളൂ കേട്ടോ. Third one, Sam isn't a good boy. Sam isn't a good boy. Yes, correct ആണ്. Correct ആണ്, correct ആണ്. Is he? Is he? Fourth one വേഗം ചെയ്തോളൂ. I was wrong about this. I was wrong about this. കറക്റ്റ് ആണ് കേട്ടോ. wasn't I ആണ്, കറക്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് വൺ, ഫിഫ്ത് വൺ. Andrew was present at the school yesterday. ഫിഫ്ത് വൺ കേട്ടോ. ഫിഫ്ത് വൺ. ശരിയാണ്. കറക്റ്റ് ആണ് കേട്ടോ. wasn't he ആണ്. ഇനി അടുത്തത് സിക്സ്ത് വൺ നോക്കൂ. You have done your homework. You have done your homework. കറക്റ്റ് ആണ്. having you ആണ്. having you. അടുത്തത് സെവൻത് വൺ. Please stop talking. Please stop talking. ഇപ്പൊ നമ്മൾ പറഞ്ഞുള്ളൂ ഇങ്ങനത്തെ സെന്റൻസ് ഇംപറേറ്റീവ്സിന് എന്താ വരിക എന്നുള്ളത്. will you. would you ആഡ് ചെയ്യാം, തെറ്റില്ല. will you ആണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുക. will you. ഇനി എയ്ത്ത് വൺ പറയൂ. I am afraid Tim is very sick. I am afraid Tim is very sick. ശരിക്കും വായിക്കട്ടോ. ശരിക്കും ശ്രദ്ധിച്ച് വായിച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്യൂ കേട്ടോ. ആ ക്വസ്റ്റ്യൻ ചെറുതായിട്ട് പെട്ടെന്ന് നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. ഈവൻ ഒരു സിമ്പിൾ സെന്റൻസ് ആണെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സെന്റൻസ് ആണ്. നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനാണ്? സബ്ജക്റ്റ് ആണ്. അതായത് നമ്മൾ എന്തിനെ പറ്റിയിട്ടാണോ പറയുന്നത്, ആരെ പറ്റിയിട്ടാണോ പറയുന്നത്, അവിടെയാണ് നമ്മൾ കൺഫർമേഷൻ വേണ്ടത്. ഓക്കെ, അപ്പൊ ഒന്നും കൂടി വായിച്ചിട്ട് ആൻസർ എഴുതൂ. I am afraid Tim is very sick എന്നാ ചോദിച്ചിരിക്കുന്നേ. നമ്മൾ എന്നെ പറ്റിയിട്ടല്ല പറയുന്നേ, നമ്മള് വേറൊരു വ്യക്തിയെ പറ്റിയാ പറയുന്നേ. നമ്മൾ ആ വ്യക്തിക്ക് എന്താ സുഖമില്ല അല്ലേ എന്നുള്ളതാണ് ചോദിക്കേണ്ടത്. isn't he വരിക കേട്ടോ. I am afraid Tim is very sick എന്ന് പറഞ്ഞാൽ
ഐ ആം ആറിൻ്റെ എന്ന് എഴുതി വെക്കരുത്. അത് നമ്മൾ സെന്റൻസിൽ നമുക്ക് ആവശ്യമില്ല. ഞാൻ അഫ്രൈഡ് അല്ലേ എന്നല്ലല്ലോ ചോദിക്കണ്ടേ. ഐ ആം അഫ്രൈഡ്, എനിക്കൊരു ഭയം ഉള്ളത് എന്താണ്, ടിമ്മിന് വയ്യ എന്നാണ് എന്റെ ഒരു ഭയം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം ടിം ഈസ് വെരി സിക്കിന് വേണം നമുക്ക് കൺഫർമേഷൻ ആവശ്യം. അപ്പം ഈസിൻറ്റ് ഹി എന്ന് വേണം വരാൻ. കറക്റ്റ് ആണ്. ഇനി അടുത്തത് നോക്കൂ, 9th one. ഷീന വോണ്ട് മൈൻഡ് ഇഫ് ഐ യൂസ് ഹെർ ബുക്ക്. ഷീന വോണ്ട് മൈൻഡ് ഇഫ് ഐ യൂസ് ഹെർ ബുക്ക്. Ninth one. ഷീന വോണ്ട് മൈൻഡ് ഇഫ് ഐ യൂസ് ഹെർ ബുക്ക് എന്നാ പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ആണ്, വിൽഷിയാണ് കേട്ടോ, വിൽഷിയാണ്, കറക്റ്റ് ആണ്. ഇനി 10th one. The girl is playing the piano. ഇത് വളരെ ഈസി ഉള്ളതാണ്. The girl is playing the piano. 10th one. Isn't she? Correct. ഇനി 11th one നോക്കൂ. Patrick will come to the seminar tonight. Patrick will come to the seminar tonight. Won't he? Correct ആണ് കേട്ടോ. ഇനി 12th one. Rita never acts so rudely. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് ആൻസർ എഴുതാം. Rita never acts so rudely. നെവർ ആക്ട് സോ റൂഡ്ലി എന്നാ പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് കറക്റ്റ്. അതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അങ്ങനെ ആക്ട് ചെയ്യാറില്ല, റൂഡായിട്ട് ആക്ട് ചെയ്യാറില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് പോസിറ്റീവ് ആക്കി മാറ്റണം അതിനെ. പ്രസന്റ് ടെൻസിലാണ് വെർബ് കിടക്കുന്നത്, അതുകൊണ്ട് ഡസ് ഷീ ആണ്, കറക്റ്റ് ആണ്. ഇനി 13th one നോക്കൂ. സാം ഈസിൻറ്റ് എ സ്റ്റുഡന്റ്. സാം ഈസിൻറ്റ് എ സ്റ്റുഡന്റ്. Correct. Is he? Then 14th one. It is very humid today. Fourteenth one. It is very humid today. Correct ആണ് ട്ടോ. Isn't it? The last one. Laura is Laura is beautiful. Isn't she? Isn't she? Correct ആണ് കേട്ടോ. ഇതില് നിങ്ങള് ഒരു കാര്യം പറയൂ. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും കഴിഞ്ഞതല്ലേ? എല്ലാം സാർ എടുത്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. സാർ എടുത്തിട്ടുണ്ട്, പിന്നെ റിപ്പീറ്റ് ചെയ്ത് ഓരോ ക്ലാസ്സിൽ ഓരോ ടോപ്പിക്കായിട്ട് പിന്നെയും എടുക്കുന്നുണ്ട്. പിന്നെ എടുക്കും. എന്നോട് അങ്ങനെയാണ് പറഞ്ഞത്. ഇതേപോലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തൊന്ന് പോവാനാ പറഞ്ഞത്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് നമുക്കിനി അടുത്ത ക്ലാസ്സുകളിലേക്ക് എന്താ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് പോലുള്ള ടോപ്പിക്സ് ഒക്കെ എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കണേ. കൂടെ നമ്മൾ എല്ലാ ദിവസവും കുറച്ച് സിനണിംസും ആന്റണിംസും പിന്നെ ഫ്രേസസ്, പിന്നെ ഈ പറഞ്ഞ പോലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരുന്ന വേർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മള് അതൊക്കെ ഒന്ന് ആദ്യം അതൊക്കെ ഒന്ന് കവർ ചെയ്യാം. പെട്ടെന്ന് ഒന്ന് പറഞ്ഞ് വേഗം ഡിസ്കസ് ചെയ്തിട്ട് എന്തോ LDC സിലബസ് ബേസ് ചെയ്ത് അതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് എടുക്കുവാണെങ്കിൽ നല്ലതായിരുന്നു. LDC ബേസ് ചെയ്തിട്ടോ? ഓക്കെ. അതെ, ഇവിടെ ഓൾറെഡി ഇങ്ങനെ ഞങ്ങൾ കൂടുതൽ പേര് നോക്കുന്ന LDCയാ. അതെ അല്ലേ? എനിക്ക് ഓൾറെഡി ഇവിടെ സിലബസ് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അതാ നോക്കിയത്. എനിക്ക് നിങ്ങൾ എങ്ങനെയാണ് കൂടുതൽ പോകുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് പറയൂ. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഏത് ടോപ്പിക്സാണ് നിങ്ങൾക്ക് ഇതേപോലെ റിവിഷൻ ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത് വരണ്ടേ? മിസ് പറഞ്ഞത് തന്നെ മതി, മിസ് പ്രിപ്പയർ ചെയ്ത് തന്നെ മതി, കുഴപ്പമില്ല. അല്ല, LDC ഇപ്പൊ പറഞ്ഞില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സ്പെസിഫൈ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ കുഴപ്പമില്ല.
അതിപ്പോ പറഞ്ഞാൽ മതി. ഷിജിൻ എന്നല്ലേ പറഞ്ഞ? ഷിജിൻ ഏതാ വേണ്ട? ഷിജിൻ നമുക്ക് അങ്ങനെ കുറച്ചും കൂടി മുൻതൂക്കം കൊടുക്കണം എന്നുള്ളത്. ഇവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ. ഞാൻ അതെങ്ങനെയാ പറഞ്ഞത്. ഇത് സജിത്താണ് എഴുതുന്നത്. ഓക്കെ. പാസീവ്, റിപ്പോർട്ടഡ് സ്പീച്ച്, കോൺകോഡ്. ഇങ്ങനെ മതിയില്ലേ? ഷിജിന് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ വേഗം പറയൂ. നമുക്ക് ടൈം ആയി ഓൾറെഡി. ഉണ്ടോ? മാം പുതിയതായി ഞങ്ങള് ജോയിൻ ചെയ്തവരും ഉണ്ട്. അപ്പൊ പഴയ സാറിന്റെ ക്ലാസ് ഒന്നും കാര്യമായിട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ ഞങ്ങൾക്കും കൂടെ വേണ്ടിയിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഇന്ന് എടുത്തത് ക്ലാസ് ക്ലിയർ ആണ് മാം, കുഴപ്പമില്ല. പക്ഷെ ന്യൂലി ജോയിൻ ചെയ്തവർക്കും കൂടെ ബെനിഫിറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ 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 ഓക്കെ. അതാ ഞാൻ പറഞ്ഞത്. എനിക്കും കിട്ടിയൊരു ഇൻസ്ട്രക്ഷൻ ഇങ്ങനെയാണ്. പഴയവരും പുതിയവരെല്ലാവരും ഉണ്ട്. അപ്പം സാറ് നിർത്തി വെച്ചെടുത്ത ഞാൻ തുടങ്ങുമ്പോഴേ നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ ഇപ്പൊ ആർക്കൊക്കെ ഉണ്ടായിരുന്നു ആരൊക്കെ ഇല്ലായിരുന്നു എന്നുള്ളത്. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഞാൻ എടുക്കുമ്പോ ഇപ്പൊ ഒരു കാര്യം ചെയ്യാം. പ്രിഫറൻസ് കൊടുത്തിട്ട് ഈ പറഞ്ഞ പോലെ ആക്റ്റീവ്, പാസീവ്, റിപ്പോർട്ടഡ് സ്പീച്ചിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആദ്യം നമുക്ക് ക്ലാസ്സുകളിൽ പോവാം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ എല്ലാ ക്ലാസ്സിലും പുതിയ സ്റ്റുഡൻസ് ഉണ്ടാവേ. അപ്പൊ സാർ അതുകൊണ്ട് റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ഓരോന്നും റിപ്പീറ്റ് ആയിട്ട് എടുക്കുന്നത് അതാണ്. സ്റ്റുഡൻസ് പുതിയതായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യും എല്ലാ ക്ലാസ്സിലും. ഉണ്ട്. അത് എന്നോട് പറഞ്ഞിരുന്നു. എന്നോട് പറഞ്ഞത് അങ്ങനെയാണ്. പക്ഷെ ഷിജി പെട്ടെന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് കൺഫ്യൂസ്ഡ് ആയി. ഞാൻ ഓർത്ത് നിങ്ങൾ എല്ലാവരും ഇനി പഴയതാണ്. ഇല്ല. അപ്പൊ അതുകൊണ്ട് സാർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പുതിയ ടോപ്പിക് ആണെങ്കിലും റിപ്പീറ്റ് ചെയ്ത് തന്നെയാണ് സാർ എടുക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ നമ്മൾ എന്തായാലും ഇതേപോലെ ടോപ്പിക്സ് ഓരോന്ന് വരും കേട്ടോ. ഈ പറഞ്ഞ നിങ്ങള് പഴയവര് ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ അതിനെ കാണാം. ഇവിടെ ഉള്ളവർക്ക് അതൊരു ക്ലാസ്സും കൂടി ആയിട്ടുള്ള രീതിയിൽ കേട്ടോ. കുഴപ്പമില്ലല്ലോ? ഓക്കെ. അപ്പൊ എന്നാ നമുക്ക് ടൈം ആയില്ലേ? എന്നാ നിങ്ങൾ പൊക്കോളൂ. ഓക്കെ. മിസ്സിന്റെ ക്ലാസ് ഇപ്പൊ സുനിൽ സാറിന്റെ ക്ലാസ്സിന്റെ ദിവസം തന്നെ ആയിരിക്കുമോ? എന്റെ ക്ലാസ് ഏതൊക്കെ ദിവസങ്ങളായിരിക്കും? അത് ടൈം ടേബിള് ഇപ്പൊ കുറച്ചൊരു അങ്ങനെ ക്ലാഷ് ഒക്കെ എന്തോ വന്നിട്ടുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് അവർ അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ആഴ്ച ക്ലാസ് ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. ഉണ്ടാവും ക്ലാസ് എന്തായാലും. ഇതേപോലെ ഇംഗ്ലീഷ് ഇനിയിപ്പം ഞാനായിരിക്കും ഹാൻഡിൽ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ട് ക്ലാസ്സിനെ പറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ തരത്തിൽ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമുക്ക് നോക്കാം കേട്ടോ. മിസ് ഇതേപോലെ എടുക്കണ പോലെ തന്നെ എടുത്താൽ മതി. മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. എന്നാ ശരി. നമുക്ക് ഇന്ന് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ. താങ്ക് യു മിസ്. ഓക്കെ ബൈ. താങ്ക് യു.